Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള BCom ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ തിയറി പേപ്പറാണ് മാനേജറിയൽ എക്കണോമിക്സ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. എന്നാ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം SAക്ക് പലപ്പോഴും ഇന്ത്യൻ ഇക്കണോമി, കേരള ഇക്കണോമി ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഫീച്ചേഴ്സ് എടുത്ത് ചോദിക്കാറുണ്ട്. നിർബന്ധമായും പഠിക്കുക. ഇന്ത്യൻ ഇക്കോണമി, അതുപോലെ തന്നെ കേരള ഇക്കോണമി, ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഏതെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് എക്സ്പ്ലെയിൻ, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ആയിരിക്കും കേട്ടോ. അബൌട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, then monopoly, then monopolistic competition, then and oligopoly. സോ ചില സമയത്ത് ഇതെല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിട്ടുള്ളൊരു ചോദ്യം വരാറുണ്ട്. അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നിൻ്റെ കൺസെപ്റ്റ് ചോദിച്ചിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രൈസ് ഡിറ്റർമിനേഷൻ ഇതിൽ എങ്ങനെയാണ് ഓരോന്നിലും വരാന്നുള്ളത്, ഇതിലേതെങ്കിലും ഒരെണ്ണം കമ്പൽസറി ആയിട്ട് വരും കേട്ടോ. പ്രൈസ് ഡിറ്റർമിനേഷൻ ആവാൻ ചിലപ്പോൾ ചോദിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ കോമൺ ഈ പറയുന്ന ഫീച്ചേഴ്സ് ഇതിലേതെങ്കിലും ഒരെണ്ണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണത് കേട്ടോ ഈ ടോപ്പിക്ക്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒളിഗോപ്പൊളി. ഒരു കാരണവശാലും ഈ ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യരുത്. SC നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്. ഓക്കെ, അതാണ് നെക്സ്റ്റ് സജഷൻ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ അബൌട്ട് കൺസ്യൂമർ സർപ്ലസ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു ചോദ്യം. ഇനി ഒരു രണ്ട് മൂന്ന് ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലൊരെണ്ണം വരുന്നത് ബ്ലാക്ക് മണിയാണ്. എന്താണ് ബ്ലാക്ക് മണി, ദെൻ അതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളത്, ആ രീതിയിലുള്ളൊരു ചോദ്യം കേട്ടോ. ബ്ലാക്ക് മണി എന്താണ്, ദെൻ മെഷേഴ്സ് എടുക്കുന്നത്, മെഷേഴ്സ് ടേക്കൺ ബൈ ഗവൺമെൻറ് ടു കർബ് ദ ബ്ലാക്ക് മണി, അത് മറ്റൊരു ചോദ്യം. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ 2-3 ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പോവേർട്ടി എന്താണ്, പോവേർട്ടി എലിവേഷൻ പ്രോഗ്രാംസ്, ഓഫ് ഗവൺമെൻറ്. പോവർട്ടിയുടെ കാരണങ്ങൾ, പോവർട്ടീനെ പറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്, നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഇനീക്വാലിറ്റീസ്, അതിൻ്റെ കോസസ്.
കോസസ് ഓഫ് ഇനീക്വാലിറ്റീസ്. ഓക്കെ, അതുപോലെ തന്നെ IPR എന്താണ്, IPRനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. IPRനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. IPR എന്താണ്? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ IPR. ഷോർട്ട് നോട്ട് ഓൺ IPR നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇനി നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിമാൻഡ് എന്താണ്, ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് ഡിമാൻഡിൽ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ. പിന്നെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് അതിൻ്റെ. അപ്പോൾ ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ടോപ്പിക്കാണ് കേട്ടോ, നിർബന്ധമായും പഠിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. കർവ് അനാലിസിസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് ടൈപ്സ് കേട്ടോ, അതിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് ടൈപ്സ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് പ്രതീക്ഷിക്കുന്ന അതിൻ്റെ അസംഷൻസ്. പ്രോപ്പർട്ടീസ് ആൻഡ് ടൈപ്സ്, പ്രോപ്പർട്ടീസ് ആൻഡ് അസംഷൻസ്, ടൈപ്സ് അല്ല അസംഷൻസ്, അസംഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എസ്സേക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പിക്കുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൽ ഒരു സജഷൻ കൂടി നൽകാം. ഇന്ത്യാസ് ട്രേഡ് റിഫോംസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സോ നമുക്ക് 4 എസ്സേ ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് എന്തായാലും കിട്ടും. ഓക്കെ, മാനേജ്മെന്റ് ഇക്കണോമിക്സ് വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാടുണ്ട്. അതിൽ ഈ പറയുന്ന ഇന്ത്യൻ ഇക്കോണമി, കേരള ഇക്കണോമി, ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ കോമ്പറ്റീഷൻ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, ഇതിലേതെങ്കിലും ഒരെണ്ണം. ദെൻ നെക്സ്റ്റ് കൺസ്യൂമർ സർപ്ലസ് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. പിന്നെ ബ്ലാക്ക് മണി, പോവേർട്ടി, ഇനീക്വാലിറ്റീസ്, ഇതിലേതെങ്കിലും ഒരെണ്ണം മാറി മാറി വരാറുണ്ട്. IPRൻ്റെ കൺസെപ്റ്റ്, ദെൻ ഡിമാൻഡ്, അതിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ, പിന്നെ ഇൻഡിഫറൻസ് കർവ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യസ് ട്രേഡ് റിഫോംസ്, ആദ്യത്തെ ഒരു 6-7 എണ്ണത്തിൽ നിന്നാണ് നമ്മൾ കൂടുതൽ 4 എണ്ണം പ്രതീക്ഷിക്കുന്നത്. 2 എണ്ണം എന്തായാലും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. നമുക്ക് 4 എണ്ണത്തിൽ 2 എണ്ണം എഴുതിയാൽ മതിയല്ലോ. സോ ഇതൊക്കെയാണ് ആദ്യത്തെ കുറച്ച് സജഷൻസ്. പിന്നെ ഇതാണ് കേട്ടോ, ഇതിൽ നിങ്ങൾ നിർബന്ധമായും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആ കോമ്പറ്റീഷനെ പറ്റിയുള്ള ടോപ്പിക്ക്. പിന്നെ ഈസി ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലാക്ക് മണി, ഇനീക്വാലിറ്റീസ്, പോവേർട്ടി, ഇതൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇങ്ങനത്തെ ഏരിയാസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം ഇതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ കൂടുതൽ കണ്ടുവരാറുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മാനേജ്മെന്റ് എക്കണോമിക്സിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള എസ്സേ ചോദ്യങ്ങൾ. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സും പാർട്ട് ബിയിലുള്ള 5 മാർക്സ് ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.